നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഒന്ന് നിർത്തണേ. ആരാണ് ദൈവഭക്തൻ? നേരായി നടക്കുന്നു. ഇന്ന് പലരും പറയുന്ന നേരോടെ നടക്കുന്നവർക്ക് കാലം ഇല്ലെന്നാണ്. അവർക്കേ കാലമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, നടപ്പിൽ വക്രതയുള്ളവനോ നേരോടെ ഈ നടക്കുന്നവനെയും അവൻ്റെ ദൈവത്തെയും എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു. എടാ ഭക്തൻ വേണ്ടേ? എടാ നിന്റെ നടപ്പ് ശരിയല്ലെന്ന് പറയാൻ. നേരോടെ നടക്കുന്നവൻ എന്ത് ചെയ്യുന്നു? നിന്ദ അനുഭവിക്കുന്നു. കണ്ടോ? ഇപ്പം നേരോടെ നടന്നാൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ല, നിന്ദിക്കും. സ്തോത്രം. കാരണം ഈ വചനം കേട്ട് അനുസരിക്കുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ളവൻ. ഇത് കേട്ടിട്ട് അനുസരിക്കാത്തവനെല്ലാം മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്തവൻ. എൻ്റെ ചിന്ത, മിക്കവാറും ഈ പാറമേൽ വീട് പണിതവനെ ഈ മണലിന്മേൽ പണിതവൻ വന്ന് ആദ്യം കുറെ ഉപദേശിച്ചിരിക്കും. എടാ എന്തിനാണ് സമയം കളയുന്നത്? എന്നെ കണ്ടോ? കാരണം ഇവൻ പാറപ്പുറത്ത് ഒരു അടിസ്ഥാനം ഇടാൻ വേണ്ടി കുറെ കുത്തണ്ടേ. ഇപ്പോഴായാലും തമ്മര് വെച്ച് കുറെ അടിച്ച് 2 ഹോളുണ്ടാക്കുമ്പോൾ ഇവൻ ബേസ്മെന്റ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇവൻ വന്ന് പറയും, എന്തിനാണ് സമയം കളയുന്നത്? എന്നെ പോലെ നീ എന്ത് ചെയ്യേ? അപ്പൊ ഇതൊന്നും വകവയ്ക്കാതെ ഇവനിങ്ങനെ. അപ്പൊ ഇതുപോലെ ലോകം പറഞ്ഞു, എന്തിനിത്രയും പ്രയാസപ്പെടണം? എന്തിനിത്ര ബുദ്ധിമുട്ടണം? നീ ദൈവം നിന്നെ പഠിപ്പിച്ച വ്യവസ്ഥയിൽ നിന്ന് മാറരുത്. എത്ര പേർക്ക് സ്തോത്രം പറയാം? നിന്ദിക്കുന്നു. ഒരു ദിവസം വരും ഇതൊക്കെ തെളിയുന്ന. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, നോഹയെ എല്ലാവരും കൂടെയൊക്കെ നിന്ദിച്ചാണ്. വട്ടൻ, ഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചാണ്. വേറെ ജോലിയില്ലേ ഇവന്. വെള്ളമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? പെട്ടകം ഉണ്ടാക്കുന്നു. മഴ വരും പോലും. മഴ ഇന്നത്തെ പോലെ മൊബൈലില്ലാത്തത് നല്ല കാലം. എല്ലാം കൂടെ ഇവനെ ട്രോളി കൊന്നുകളഞ്ഞേന്. സ്തോത്രം. എങ്കിലും എല്ലാവരും അറിഞ്ഞു. എങ്കിലും പാപം പിന്നെയും എന്ത് ചെയ്തു? പണിതിട്ട് പിന്നെയും നീതി പ്രസംഗിച്ചു. എത്ര പേർക്ക് സ്തോത്രം പറയാം? നിന്ന കേട്ടാലും നീ പണിയണം. ഹല്ലേലൂയ. നിന്നെ അനുഭവിച്ചാലും നീ പണിയണം. നിന്ദിക്കപ്പെട്ടാലും നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. പണിതു. പക്ഷേ മഴ പെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വട്ടനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ച വിളിയൊക്കെ എങ്ങനെയൊക്കെ വിളിച്ചെന്നറിഞ്ഞൂടാ. എങ്കിലും നല്ല വിളിയായിരിക്കും വിളിച്ചത്. എനിക്കൊന്ന് വാതില് നീ അപ്പൂപ്പാന്ന് വിളിച്ചോ, അപ്പാന്ന് വിളിച്ചോ, എന്താണ് അവരുടെ രീതിക്ക് എന്തായാലും അവനത് കേട്ടിട്ട് ഒന്ന് കരുണ തോന്നണം. എനിക്ക് തോന്നുന്നതെല്ലാം കേട്ടപ്പം അപ്പൂപ്പനിച്ചിരി കരുണ തോന്നി കാണും. പക്ഷെ എന്ത് ചെയ്യാൻ? സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം പറയാ? ഹല്ലേലൂയ. അപ്പോൾ ഈ പാറപ്പുറത്ത് പണിതവനെ ഇവനെ നന്നായിട്ട് കളിയാക്കി കാണും. ഇവൻ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ആ വീട് പ്രതിഷ്ഠിച്ച് കാണും. ഇവൻ അടിസ്ഥാനം ഇട്ടില്ല, മറ്റവനെന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു. അപ്പം ദൈവദാസനെയൊക്കെ വിളിച്ച് നല്ല ഉഗ്രം പ്രതിഷ്ഠയൊക്കെ നടത്തി. മറ്റവൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇവൻ പറഞ്ഞു കാണും, അവനും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അവന് പണിയൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അവസാനം മഴ വന്നു, പ്രശ്നം വന്നു, കാറ്റടിച്ചു. കാറ്റടിക്കുമ്പോൾ നിനക്ക് സമാധാനമുണ്ടോ? കാറ്റടിക്കുമ്പോൾ നിനക്ക് സ്വസ്ഥതയുണ്ടോ? കാറ്റടിക്കുമ്പോൾ നേരെ നിൽക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നീയാണ് ദൈവകൃപയുള്ളവൻ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ.
അപ്പം ഇവിടെ വന്ന് അയ്യോ പാവം മിണ്ടാത്ത പോലെ ഇരുന്നാൽ മാത്രം പോരാ, നേരോടെ നടക്കണം. സ്തോത്രം. ഇനി കല്യാണപ്രായമാകുമ്പോൾ മാത്രം ഭക്തി കാണിച്ചാൽ പോരാ, അഡ്മിഷൻ്റെ സമയമാകുന്നതിന് 2 മാസത്തിന് മുമ്പേ ഭക്തി കാണിച്ചാൽ പോരാ, ജീവിതത്തിലൊക്കെ അത് പാലിക്കണം. ദൈവം നിനക്കത് ചെയ്തു തരും. ഇനി 16:6 വായിച്ചേ, സദൃശ്യവാക്യം തന്നെ. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. കണ്ടോ, യഹോവ ഭക്തി, ഒരു ദൈവഭയം അകത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? ദോഷത്തെ അകന്ന് നടക്കും. അപ്പൊ നേരായി ഞാൻ നടക്കുമെന്ന് മാത്രമല്ല, ദോഷം ഒരിടത്തിരിക്കുന്നത് കണ്ടാൽ ഭക്തിയുള്ളവൻ, യഹോവ ഭക്തൻ എന്ത് ചെയ്യും? അതിൽ നിന്ന് അകന്ന് നടക്കും. സ്തോത്രം. കാരണം എനിക്കതിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേർച്ചയില്ല. അവനാണ് യഹോവ ഭക്തൻ. 3:8-13 വായിച്ചേ, സദൃശ്യവാക്യം തന്നെ. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. കണ്ടോ, അടുത്ത് ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. കണ്ടോ, അപ്പൊ ഭക്തനെ എങ്ങനെ തിരിച്ചറിയാം? അവൻ നേരത്തെ പറഞ്ഞു നേരെ നടക്കുന്നു, രണ്ടാമത് പറഞ്ഞു ദോഷത്തെ അകന്നു പോകുന്നു, ഇപ്പൊ മൂന്നാമത് പറയുന്നു ആ ദോഷത്തെ അവൻ വെറുക്കുന്നു. ദുർമാർഗം, അഹങ്കാരം, ഡംഭം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന അനുഭവങ്ങൾ ഇതൊന്നും എന്നോട് ഇത് പകയ്ക്കുകയാണ്. അങ്ങനെയുള്ളവനാണ് ആര്? യഹോവ ഭക്തൻ. സ്തോത്രം. അങ്ങനെയുള്ള അനുഭവം പ്രാപിക്കണം, എങ്കിലേ ദൈവം എന്ത് തരുള്ളൂ? നന്നായി പോകാനുള്ള ആലോചന തരുള്ളൂ. ജ്ഞാനം വേണോ? സ്തോത്രം. ഇനി ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ ആർജിച്ചെടുക്കുന്ന ജ്ഞാനമാണ്. ആദ്യത്തേത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന ജ്ഞാനം. ഇത് യഹോവ ഭക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ നേരോടെ നടന്ന് ദോഷത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് ഇങ്ങനെയുള്ള ദുർമാർഗങ്ങളെല്ലാം പകച്ച് ഞാൻ എത്രത്തോളം വരുന്നോ അതിനനുസരിച്ച് എൻ്റെ ദൈവം എനിക്ക് തരുന്ന ജ്ഞാനം. സങ്കീർത്തനം 25:12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാണ്. യഹോവ ഭക്തനായ പുരുഷനാർ. അവിടെ ചോദിക്കുകയാണ്, യഹോവയെ ഭയപ്പെട്ട് നേരോടെ ജീവിച്ച് ദോഷത്തിൽ നിന്ന് അകന്ന് ഇതിനെല്ലാം പകച്ച് ജീവിക്കുന്ന ശരിയായ ഭക്തൻ എവിടെയുണ്ട്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. സ്വോത്രം. എത്ര പേർക്ക് സ്വോത്രം പറയാ? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. ഒരു പ്രവാചകന്റെ അടുത്ത് നീ പോകണ്ട, ആരുടെ അടുത്ത് ആലോചന ചോദിക്കാൻ പോണ്ട, ഒരു തരത്തിൽ നീ വിഷമിക്കണ്ട. ദൈവഹിതം ആര് പറഞ്ഞു തരുമെന്നൊന്നും പറഞ്ഞ് ദൈവമില്ലാത്തവന്റെ അടുക്കൽ നീ പോകരുത്, കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോകരുത്, ജ്യോതിഷത്തിന്റെ അടുത്തൊന്നും നീ പോകണ്ട. ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവഹിതം പോലെ മാത്രമേ ദൈവം നിന്നെ നടത്തൂ. വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തെറ്റിപ്പോകാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷനാ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാ. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി യഹോവ അവന്. അടുത്ത വാക്യം, അവൻ സുഖത്തോടെ വസിക്കും. അയ്യോ സ്തോത്രം. അവൻ എങ്ങനെ വയ്ക്കും? ആര്? അവനെ അസുഖം വരുത്തിക്കാൻ ലോകം ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകം നമുക്ക് സുഖം തരുന്നതല്ല. എന്നാൽ തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്നെ സുഖത്തോടെ വസിപ്പിക്കും. കാരാഗ്രഹത്തിനകത്താണെങ്കിലും ഞാൻ നിനക്ക് സുഖം തരും. പോരെ? പട്ടുമത്തേ കിടന്നാൽ സുഖം കിട്ടുന്നില്ലെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ കിട്ടുമെങ്കിൽ ഈ സുഖമല്ലേ വലുത്? അതാണ് പാട്ടുകാരൻ പാടുന്ന, ഒന്നുമില്ലായ്മയിലും എല്ലാ ഉള്ളവനെ പോൽ എനിക്കെന്ത് വേണമെന്ന് ദൈവത്തിനല്ലേ അറിയാം.
പണം കൊണ്ടെല്ലാം നേടാൻ പറ്റുമോ? അധികാരം കൊണ്ടെല്ലാം നേടാൻ പറ്റുമോ? എനിക്ക് സുഖം കിട്ടുന്നത് ഏത് വഴിക്കെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എനിക്ക് സന്തോഷദായക വഴി ആർക്കറിയാം? അപ്പം അവനെക്കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത്, അവൻ സുഖത്തോടെ വസിക്കും. ഈ ഭൂമിയിലെ ഒരല്പകാല സുഖത്തോടെ ജീവിക്കാനാണല്ലോ ഈ പെടാപ്പാട്, അല്ലേ? ഈ പഠിക്കുന്നതും ഈ അധ്വാനിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒക്കെ നമ്മുടെ അകത്തെ ലക്ഷ്യം എന്ത് ചെയ്യണം? അല്പകാലം ഉള്ളൂ ഈ ഭൂമിയിൽ, അതിന് എത്ര കാലം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, സുഖത്തോടെ വസിക്കണം. ആ തമ്പുരാൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ സുഖത്തോടെ വസിക്കും. ഒരല്പം മനപ്രയാസപ്പെട്ടും സാമ്പത്തികമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ ഇരിക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം ഇതുവരെ സുഖത്തോടെയൊക്കെ നടത്തിയില്ലേ? പൈസ ബാങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടാണോ നടന്നത്? സ്തോത്രം. എല്ലാവരും കൂടെയൊക്കെ തന്നത് കൊണ്ടാണോ നടന്നത്? ദൈവം ഇതുവരെ സുഖത്തോടെ നടത്തിയില്ലേ? കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ അതിനെയൊക്കെ നേരെയാക്കാൻ ദൈവം ജ്ഞാനം തന്നില്ലേ? സമാധാനക്കേടുണ്ടാക്കിയ പല സാഹചര്യങ്ങളിൽ അതിനെയൊക്കെ ക്രമീകരിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങൾക്ക് ആലോചന തന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം ഇനി മേലാലും നടത്തും. ഇനി അടുത്ത ഭാഗം, അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. കണ്ടോ? യഹോവയുടെ സഖിത്വം. ഇപ്പം നമ്മുടെ നല്ല സഖിപ്പാരാണ്? പോരെ? അപ്പോ ഭക്തനായി ജീവിക്കുക, സുഖത്തോടെ വസിക്കാനുള്ള വഴി ദൈവം നമുക്ക് ഈ കപടവും അഭിനയവും നാട്യവും ഒക്കെ എന്ത് ചെയ്യുക? വിട്ട് ദൈവം നോക്കുമ്പോൾ നമ്മളൊരു നേരുള്ളവൻ, ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവൻ, ദോഷത്തെ വെറുക്കുന്നവൻ. ദൈവം പറഞ്ഞു തരും, ഈ വഴി വയ്ക്കോ, ഇത് തിരഞ്ഞെടുക്ക്, നിന്റെ സുഖത്തിന് ആ വഴിയെ സഞ്ചരിക്ക്. ഇതാര് പറയും? ദൈവം പറഞ്ഞു. മനുഷ്യൻ്റെ ആലോചന ഒരിക്കലും ശരിയാവത്തില്ല. ഇനി 128 സങ്കീർത്തനം 4-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. നമ്മൾ കല്യാണത്തിന് വായിക്കുന്ന ഒരു വാക്യമാണ്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കണ്ടോ? അതിൻ്റെ 1 തൊട്ട് 3 വരെ വായിച്ചോ. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആ ഭാഗ്യവാന്റെ കൈകളുടെ അധ്വാന ഫലം എന്ത് ചെയ്യും? ഞാൻ ഈ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നീ അധ്വാനിച്ചാൽ നീ പ്രതീക്ഷിക്കുന്ന വഴിയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി കൂടെ അതിൻ്റെ നന്മ ദൈവം തരും. ദൈവമാണിത് കൊടുക്കുന്നത്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഇവിടെ ഇരിക്കുന്ന തലമുറകളോടും പറയട്ടെ, അധ്വാനിക്ക്. പക്ഷെ അതിന് മുമ്പൊരു കാര്യം ചെയ്യണം, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ട് അധ്വാനിക്കണം. നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്നിലൂടെ അനേകര് നന്മ അനുഭവിക്കും. നീ അനേകർക്കൊരു നന്മയായിരിക്കും. ഞാൻ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഡെൻകെയറിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു വാക്കുകൂടെ പറഞ്ഞു. മനുഷ്യന് ദോഷം വരുന്ന ഒരു കെമിക്കൽ ഉപയോഗിച്ച് ഞങ്ങൾ പല്ലുണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെ 100% വിശ്വസിക്കാം. സ്തോത്രം. ഇവിടെ അത് അല്പം ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാംഗോ ജ്യൂസ് എന്നാണ് പേര്. മാങ്ങയുടെ തൊലി പോലും അതിൽ കാണത്തില്ല.
മനസ്സിലാകുന്നുണ്ടോ? പേര് ഒരു മാങ്ങയുടെ ഞെട്ടെങ്കിലും ഇട്ടെങ്കിൽ എന്ത് വേണം? ഈ വെള്ളം ഈ മാങ്ങ ജ്യൂസായി മാറുന്നത് പാലെന്ന് പേര്. പാലായി മാറുന്ന സാധനം കാണണം. ആർക്കെന്ത് ദോഷം വന്നാലും കുഴപ്പമില്ല, എനിക്ക് പണം കിട്ടണം, എൻ്റെ കാര്യം നേടണമെന്ന് പറഞ്ഞ് അധികം നന്മകൾക്ക് വേണ്ടി ലോകം പിന്നാലെ പോകുമ്പോൾ നീ ഒരു ഭക്തനായി ജീവിക്കണം. നിനക്ക് നന്മ കിട്ടും, നീ ആർക്കും ഒരു ദോഷം വരുത്തുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? സമ്പത്തിന് വേണ്ടിയോ നേട്ടത്തിന് വേണ്ടിയോ നിന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയോ ആർക്കും ഒരു ദോഷം നിന്നിലൂടെ ഉണ്ടാവുകയില്ല. നിനക്ക് നന്മ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതൊക്കെ ജീവിതത്തിൽ പിടിവള്ളിയാക്കി എടുത്തോണം. കുറച്ച് വഴികളൊക്കെ മാറി സഞ്ചരിച്ചാലും നന്മ വരും. സ്തോത്രം. നന്മ മാത്രം ആഗ്രഹിച്ച യോസഫ്, സഹോദരന്മാർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച യോസഫ്, അതിനുവേണ്ടി അപ്പനോടൊക്കെ ചെന്ന് പറഞ്ഞിട്ടും അവരെല്ലാം കൂടെ അവനെ പകച്ച് കൊണ്ടിട്ട് അവിടെ നിന്ന് അപ്പുറത്തായി. പോത്തിഫറിന് നന്മ വരണം, അവനൊരു ദോഷം വരരുതെന്ന് ആഗ്രഹിച്ച യോസഫ് അവനെ കൊണ്ട് അവിടെ ഇട്ടു. ഓ, എവിടെ ചെന്നാലും അവർക്ക് എന്ത് വരണം? നന്മ വരണം എന്നാഗ്രഹിച്ച യോസഫ്. എന്നെ ഈ സ്ഥാനത്ത് വെച്ച പോത്തിഫറിനൊരു ദോഷം എന്ത് ചെയ്യരുത്? വരരുത്. കണ്ടോ, അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? സ്തോത്രം. ആഗ്രഹിച്ചു. ഒരല്പം വിഷമകരമായ വഴിയിലൂടെയൊക്കെ പോയി. പക്ഷേ അനേകർക്ക് നന്മ കൊടുക്കാൻ ദൈവം അവനെ ആക്കി വെച്ചു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? അനേകർക്ക് ഭക്ഷണം കൊടുക്കാൻ, അനേകർക്ക് നന്മയായിരിക്കാൻ ദൈവം അവനെ നിയമിച്ചു. ദൈവം ആ സ്ഥാനത്ത് അവനെ ഇരുത്തി. അവൻ അനേകർക്ക് നന്മ കൊടുത്തു. ഫറവോൻ പറഞ്ഞു, ഈ ഫറവോൻ എന്നുള്ള പേരിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ അല്പം, എങ്കിലും ഞാൻ റബ്ബർ സ്റ്റാമ്പാണ്. നീ എവിടെ ഇടിക്കാൻ പറയുന്നോ, ഇടിയെന്ന് പറഞ്ഞ കൈയുടെ ഇടിയല്ല, ഞാൻ പറഞ്ഞ സീൽ, എവിടെ പറയുന്നു അവിടെ ഞാൻ, നീ എന്ത് പറയുന്നോ ഞാൻ അതുപോലെ ചെയ്തു. ഓ, ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം സഹോദരന്മാർ വന്നാൽ മുട്ട് വിറയ്ക്കാതിരിക്കുവോ? സ്തോത്രം. ആദ്യം മനസ്സിലാകാതിരുന്നത് അവരുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവർ ബോധം കെട്ടവിടെ വീണേനെ. ആദ്യം മനസ്സിലായില്ല. പക്ഷേ യോസേപ്പിന് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് അവരെ അകത്തേ മുറിയിലേക്ക് കൊണ്ടുപോയി. കാരണം വെളിയിൽ വെച്ചോ എല്ലാം കണ്ട് പറഞ്ഞ ഇവന്മാരെന്ത് ചെയ്ത് കളയും? പേടിച്ചോടിക്കളയും. കാരണം കാണിച്ചു വെച്ച കന്നന്തിരുകൾ വല്ലത് ചെറുതാണോ? എല്ലാം കുഴപ്പങ്ങളല്ലേ കാണിച്ചു വെച്ചത്. എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. പക്ഷേ നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടവൻ, അനേകർക്ക് നന്മയായിരിക്കുമെന്ന് പറഞ്ഞവൻ പറഞ്ഞു, നിങ്ങളെനിക്ക് ദോഷം ചെയ്തു. ഈ ദൈവം എനിക്ക്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരെങ്കിലുമൊക്കെ നിനക്ക് ദോഷം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയാലും ദൈവം നിന്റെ വഴികളെ ഒരിക്കലും അടയ്ക്കുകയില്ല. ആരെങ്കിലുമൊക്കെ നിന്റെ ഭാവി ജീവിതത്തിന് തുരങ്കം വയ്ക്കുക, നിന്നെ മോശപ്പെടുത്തുക, നിന്നെ വല്ലാത്ത തരത്തിലാക്കാൻ ശ്രമിച്ചാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. വല്ലാത്ത ലോകമാണ് ചുറ്റും. ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിന് പല കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ പറഞ്ഞതാണ്, പാസ്റ്ററെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും പ്രാർത്ഥിക്കുന്നവരെയും വിശ്വസിക്കാൻ വയ്യ. എന്ത് പറ്റി? ഞങ്ങളെന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം അവരോട് പറയും, ഞങ്ങളുടെ വേദനയിൽ ആ പ്രശ്നം പറയും, നാളെ അത് ലോകം മുഴുവനും അറിയും. മനസ്സിലായോ? ഒന്ന് പ്രാർത്ഥിക്കണേ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കേട്ട ഞാനെന്ത് ചെയ്യും? ഉടനെ പോണു, അറിഞ്ഞോ ഇയാൾ വീണു, തീർന്നു. നീ പരത്തുന്ന നീ നന്മ വരുത്തുന്നോ, ഗുണം വരുത്തുന്നോ? എൻ്റെ കുഞ്ഞാണ്, നന്മ അനുഭവിക്കണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു. സ്തോത്രം. നീ നന്മയായിരിക്കും,
അനേകർക്ക് നന്മ വരുത്തും. എത്ര പേര് ഏറ്റെടുക്കുന്നു? ഇങ്ങനെയുള്ളൊരു സദസ്സാണ് ചുറ്റും. തിന്മ വരുത്തുന്ന, ദോഷം നിരൂപിക്കുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അങ്ങനെ പറയുന്ന ലോകമാണ് ചുറ്റും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ദൈവം നിനക്കത് ദോഷമായി വരുത്തുകയില്ല. എങ്ങനെയായാൽ നീ ദൈവഭക്തനായിരുന്ന. നിങ്ങൾ എനിക്ക് ദോഷം ചിന്തിച്ചു, നിങ്ങൾ എനിക്ക് തിന്മ വരുത്താൻ ആഗ്രഹിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം എന്ത് ചെയ്തു? അനേകർക്ക് ഞാനൊരു നന്മയായിരിക്കുക, അതെൻ്റെ മേൽ അനുഗ്രഹമാക്കി മാറ്റി. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പ്രവർത്തിച്ചു, കുഴപ്പമില്ല. നീ ഭക്തനായിരുന്നാൽ ദൈവം നിന്നേക്ക് നന്മയായത് ചെയ്യും. ഒരു ബിലയാം ഇറങ്ങി പുറപ്പെട്ടല്ലോ ശപിക്കാൻ, അല്ലേ? തമ്പുരാൻ അനുവദിച്ചത് എന്തിനെന്നറിയാമോ? ഞാനതുകൂടെ പറയാം. തമ്പുരാൻ വിചാരിച്ചു വെറുതെ അവ ഇരിക്കുകയല്ലേ, അവരെ ചെന്നൊന്ന് അനുഗ്രഹിച്ചിട്ട് പോട്ടെ. സ്തോത്രം. അപ്പോൾ അവൻ അവിടെ ചെന്ന് ആദ്യത്തെ മലയിൽ മുകൾ കയറി അവനിങ്ങനെ പറഞ്ഞു തുടങ്ങി, യഹോവ ശപിക്കാത്തവനെ, യഹോവ പ്രാകാത്തവനെ. ഇത്രയേ ഉള്ളൂ. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല, ദോഷത്തിന് കൈ നീട്ടുന്നില്ല, നേരോടെ നടക്കുന്നു. പിന്നെ അവനെ ആർക്ക് ശപിക്കാൻ പറ്റും? അവർ ആർക്ക് തിന്മ വരുത്താൻ പറ്റും? ഇന്ന് പകൽ ഹല്ലേലൂയ, നേരോടെ ജീവിക്കുക, യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുക, ദോഷത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക, ദോഷത്തെ വെറുത്ത് ജീവിക്കുക. നീ അനേകർക്കൊരു നന്മയായി ഇരിപ്പാൻ എൻ്റെ ദൈവം നിനക്ക് വരം തരും. നീ തെറ്റിപ്പോയാലും ദൈവം നിന്നെ നേരെ ആക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. ആരെങ്കിലും എല്ലാം കൂടെയൊക്കെ പറഞ്ഞ് നിന്നെ എന്ത് ചെയ്ത് കളയും. എങ്കിലും നീ ദൈവഭക്തനാണെങ്കിൽ ദൈവം നിന്നെ അവിടേക്ക് കൊണ്ടുവരും. ഒരു ഭക്തന്റെ ചരിത്രം കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 10:2 കൂടെ വേഗത്തിൽ വായിച്ചാട്ടെ. കൊർന്നല്യോസിന്റെ ചരിത്രമാണ്. അവൻ ആരായിരുന്നു? അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. മതി, അവിടെ ഒന്ന് നിർത്തിക്കോ. ഈ കൊർന്നല്യോസ് ആരായിരുന്നു? ഭക്തൻ. അവൻ ഭക്തനെന്ന് മാത്രമല്ല, അവന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ആർക്ക് മനസ്സിലായോ? ഈ കൊർന്നല്യോസ് ഭക്തനെന്ന് മാത്രമല്ല, അവനെ, ഭാര്യയെ, മക്കളെ ഒക്കെ ദൈവ ഭയത്തിൽ വളർത്താൻ അവൻ ജാഗ്രതയുള്ളവനായിരുന്നു. അവരെങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്നല്ല, അപ്പൊ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. സ്തോത്രം. അത്ര പറഞ്ഞപ്പോ ഒരു നിശബ്ദത പോലെ. നീ ഭയപ്പെടുകയും നിന്റെ തലമുറകളെ, നിന്റെ ഗ്രഹത്തെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കത്തക്കവണ്ണം നീ പരിശീലിപ്പിക്കുകയും വേണം. ഇനി അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയം. കാരണം എല്ലാവർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ പഠിപ്പിക്കണം. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച കുടുംബത്തെ അവൻ്റെ വഴികൾ ശരിയാകാതെ വന്നപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തു? ആളയച്ച് അവനെ വരുത്തിച്ച്, അവൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വീടടക്കം സന്തോഷിച്ചു. നീ ഒരിടത്തും തേടി പോണ്ട. നീ നിന്റെ കുടുംബമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ ദൈവം ആളിനെ നിന്റെ അടുക്കൽ വരുത്തും, ആലോചന കൊടുത്തു വരുത്തും, നിന്നെ നേരോടെ നടത്തും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? എന്നെ അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ തലമുറകളെ, എൻ്റെ കുടുംബത്തെ അങ്ങനെ നടത്തണമേ ദൈവമേ. ഞാൻ ജ്ഞാനമില്ലാത്ത ആളാണ്, അറിവില്ലാത്ത ആളാണ്. അങ്ങ് ഇത് എല്ലാ ചരാചരങ്ങളെയും ഉണ്ടാക്കി അതിനെ പരിപാലിക്കുന്ന ദൈവമാണ്. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവം തരും.